നമസ്കാരം. മൂന്നാമതൊരു വട്ടം കൂടി പിണറായി വിജയന് ഭരണം കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും നമുക്ക് ഭയമായിരിക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കണം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾ പിണറായി വിജയൻ കേരളം ഭരിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. താൻ പൊരിമയും സ്വജനപക്ഷപാതവും ഒക്കെയായി പറ്റുന്ന തരത്തിലൊക്കെ അർമാദിക്കുകയായിരുന്നു പിണറായി വിജയനും അന്തം കമ്മികളും കമ്മി നേതാക്കളുമൊക്കെ. പാർട്ടിയിലുള്ളവർക്ക് എന്ത് തെമ്മാടിത്തരവും ചെയ്യാം എന്നുള്ളൊരവസ്ഥ സംജാതമായത് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്താണ്. പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നതിനു ശേഷമാണ്. പോലീസിനെ വെറും ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് പോലീസിൻ്റെ തന്നെ ആത്മവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് പോലീസിനെ കൊണ്ട് പിണറായി വിജയനും സംഘവും ഒക്കെ ചെയ്യിപ്പിച്ചിരുന്നത്. ഇത് പോലീസിന് വലിയ രീതിയിലുള്ള അപമതിപ്പുണ്ടാക്കി. പല കാര്യങ്ങളിലും സർക്കാരിനെയും നേതാക്കളെയും പാർട്ടിയെയും ഒക്കെ വിമർശിക്കുന്നവരെ പോലീസിനെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിച്ചു, കള്ളക്കേസെടുപ്പിച്ചു. പക്ഷേ ഇന്ന് സ്ഥിതിയൊക്കെ മാറിയിരിക്കുകയാണ്. മുമ്പ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ CPM-വുമായി ബന്ധപ്പെട്ട എത്രയോ പേർ പീഡനക്കേസുകളിൽ പെട്ടിരുന്നു. സംവിധായകൻ കമൽ ഒരു പോക്സോ കേസിൽ പെട്ടിരുന്നതാണ്. പക്ഷേ അയാൾക്ക് ഒരു ദിവസം പോലും ജയിലിൽ കഴിയേണ്ടി വന്നിട്ടില്ല, ജാമ്യം കിട്ടി. അതിനുശേഷം സംവിധായകൻ രഞ്ജിത്ത്, ഇദ്ദേഹത്തിനെതിരെ ഒന്നിൽ കൂടുതൽ പരാതികളാണ് ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. പക്ഷേ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഒരു സമീപനമായിരുന്നു അന്ന് രഞ്ജിത്ത് സ്വീകരിച്ചത്. PTK മുഹമ്മദ് ഇടതുപക്ഷ സഹയാത്രികനാണ്. അയാൾക്കെതിരെയും ഇത്തരത്തിലൊരു പരാതി വന്നിരുന്നു. പക്ഷേ അയാൾക്കും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല, പ്രയാസങ്ങളും ഉണ്ടായില്ല. മുകേഷ് MLA കൂടിയാണ്. ആ MLA കൂടിയായ മുകേഷിനെതിരെ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഒരു സിനിമാ താരം നടത്തിയത്. പക്ഷേ മുകേഷിനും യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയതും 18 ദിവസം അയാളെ ജയിലിലിട്ടതും അതിക്രൂരമായ സൈബർ ആക്രമണം അന്തം കമ്മികൾ നടത്തിയതുമൊക്കെ. എന്നാൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷമാണ് സംവിധായകൻ രഞ്ജിത്തിനെ ഈ കേസിൽ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്തത്. അതും തൊടുപുഴയിൽ വെച്ച് അതിസാഹസികമായിട്ടാണ്, വളരെ നാണം കെട്ട രീതിയിലാണ് ഈ രഞ്ജിത്തിനെ അന്ന് അറസ്റ്റ് ചെയ്തത് പോലീസ്. അയാളുടെ വാഹനം തടഞ്ഞു നിർത്തിയാണ് അന്ന് അറസ്റ്റ് ചെയ്ത് അയാളെ കുറച്ച് ദിവസം ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞത്. പിന്നീട് അയാൾക്ക് ജാമ്യം കിട്ടി. ഇന്നിപ്പോൾ രഞ്ജിത്തിൻ്റെ പത്തി മടങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ രഞ്ജിത്ത് പ്രതിയായ ലൈംഗികാതിക്രമ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ജനുവരിയിൽ ഷൂട്ടിങ്ങിനിടെ കാരാവാനിൽ വെച്ച് രഞ്ജിത്ത് തന്നെ കടന്നുപിടിച്ചു എന്നായിരുന്നു ഒരു യുവനടി പരാതിപ്പെട്ടത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി അന്നത്തെ സിറ്റി DCP അശ്വതി ജിജിയുടെ മേൽനോട്ടത്തിൽ ഉദയംപേരൂർ പോലീസ് SHOയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിച്ചത്. മാർച്ച് 28-ന് ലഭിച്ച പരാതിയിൽ 2.5 മാസത്തെ അന്വേഷണത്തിന് ശേഷമാണ് കുറ്റപത്രം തയ്യാറാക്കിയതു തന്നെ. നോർത്ത് വനിതാ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കേസിൽ രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയത്. സംവിധായകനെതിരെ മുൻപും ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിരുന്ന കാര്യം കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ രഞ്ജിത്തിന് ഇത് ആദ്യത്തെ ഒരു പരാതിയല്ല. SFIക്കാരനാണ്. അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പോലും സർക്കാർ സംഘടിപ്പിച്ച ഒരു പൊതുപരിപാടിയിൽ പോലും ചലച്ചിത്ര വികസന അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത് എല്ലാവരെയും വെല്ലുവിളിക്കുന്ന, സദസ്സിലിരിക്കുന്നവരെയും മറ്റുള്ള പൊതുജനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. മദ്യപിച്ച് കുഴഞ്ഞ അവശനായി അവിടെ വേദിയിൽ പ്രസംഗത്തിനെത്തിയ രഞ്ജിത്ത് കൂവലുകൾക്കിടയിലും പറഞ്ഞത്, ഞാൻ 76 മുതൽ SFIയിലൂടെ രംഗത്ത് വന്ന ആളാണ്. അതായത് SFIയിലൂടെ വന്നാൽ എന്ത് തന്തയില്ലായ്മത്തരവും എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്ന് പരസ്യമായി പറയുകയായിരുന്നു രഞ്ജിത്ത്. പക്ഷേ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഇനി കമ്മികൾക്ക് കഷ്ടകാലമാണ്. കാരണം ഈ സാംസ്കാരിക നായകരും സിനിമാ പ്രവർത്തകരുമൊക്കെ കൂടുതലായിട്ടും നിൽക്കുന്നത് ഇടതുപക്ഷത്താണ്. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഇടതുപക്ഷം സംരക്ഷിച്ചുകൊള്ളും എന്നൊരു ഉറച്ച ധാരണ അവർക്കുണ്ട്. എന്ന് മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റി കൂടുകയും ചെയ്യാം. മുകേഷിൻ്റെ കാര്യം തന്നെ നമുക്കറിയാം. 10 വർഷം അയാൾ കൊല്ലം MLA ആയിരുന്നു. ആ കൊല്ലം MLA ആയിരുന്ന സമയത്ത് എങ്ങനെയാണ് അയാൾ ഫോണിൽ വിളിക്കുന്ന പൊതുജനങ്ങളോട് പെരുമാറിയിരുന്നത്, സംസാരിച്ചിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പിന്നീട് ഓഡിയോ ക്ലിപ്പായിട്ടൊക്കെ പുറത്തു വന്നിരുന്നു. ഈ ലൈംഗികാതിക്രമ കേസിൽ പോലും മുകേഷിന് ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് സർക്കാരിനെ പോലും വിമർശിക്കുന്നവരെ, പിണറായി വിജയൻ്റെ അഴിമതികളെ ചൂണ്ടിക്കാണിക്കുന്നവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതും കിലോമീറ്ററുകളോളം പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി കഷ്ടകാലമാണ്. കാരണം ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹത്തെക്കുറിച്ച് അധികം കേൾക്കാനില്ല. അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നു രഞ്ജിത്ത്. കുറ്റപത്രം
പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ചതോടെ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാവി തുലാസിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.